ഹായ് ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഹോം മെയ്ഡ് ഈസി ആൻഡ് ടേസ്റ്റി പിസ്സയാണ് ചെയ്യാൻ പോകുന്നത്. സോ പിസ്സ മേക്കിങ്ങിനകത്ത് മെയിൻലി 3 സ്റ്റെപ്സാണുള്ളത്. ആദ്യം നമുക്ക് പിസ്സയ്ക്കുള്ള ഡഫ് തയ്യാറാക്കണം, അതായത് മാവ് തയ്യാറാക്കണം. പിന്നെ നമുക്ക് പിസ്സയ്ക്കുള്ള സോസ് തയ്യാറാക്കണം. പിന്നെ പിസ്സയ്ക്കുള്ള ടോപ്പിങ്സ് തയ്യാറാക്കണം. ഓക്കെ, ആദ്യം നമുക്ക് എങ്ങനെയാണ് പിസ്സയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ പിസ്സ ബേസ് അതിനെങ്ങനെയാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടോട് കൂടിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചേർക്കുന്നത് ഈസ്റ്റ്, ഇളം ചൂടുവെള്ളം ചേർക്കുന്നത് ഈസ്റ്റ് ഫെർമെൻ്റായി വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഫെർമെൻ്റായി വന്നിട്ട് വേണം നമുക്ക് മാവ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഈസ്റ്റ് ചേർത്തു. ഇനി അതിലോട്ട് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി നമ്മളൊരു 15 മിനിറ്റ് ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് അടച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന പിസ്സ ചിക്കൻ പിസ്സയാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ചിക്കൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ 2 പിസ്സയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഈ ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ ഒരു പിഞ്ച് തൈമും പിന്നെ സീസണിങ് ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിസ്സയ്ക്ക് ഈ ഒറിഗാനോ, തൈം അങ്ങനെയുള്ള സീസണിങ് ചേർക്കുമ്പോഴാണ് പിസ്സയുടേതായ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ ഇതിനകത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കണം. ഇത്രയും ചിക്കൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. ഒരു പിസ്സയ്ക്ക് നമുക്കൊരു 5-6 പീസ് മാത്രം നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇച്ചിരി ആവശ്യം കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കിത് സെറ്റ് ആവാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കലക്കി വെച്ച ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൈദപ്പൊടി ചേർത്തിട്ട് പിസ്സയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അത്രയും കട്ടിയാവണ്ട, കുറച്ച് ലൂസായിട്ട് ഇരിക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പം നമ്മൾ കുഴച്ച് എടുക്കുമ്പോഴത്തേന്, കാരണം അത്യാവശ്യത്തിന് വെള്ളം, നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഇച്ചിരി ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിലോട്ട് കുറച്ചുകൂടി മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പില്ല, 1 ടേബിൾ സ്പൂൺ പാല്, ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചൂടാക്കണമെന്നില്ല, ഒന്നെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലായാലും മതി. പാലും കൂടി ചേർത്തിട്ട് ഞാനിത് കൂട്ട് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയല്ല, ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് സെറ്റാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് കുഴച്ചിട്ട് ശരിക്കും ഒരു 1 ഹവറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലേ ഇത് നന്നായിട്ട് ഈ മാവ് പൊന്തി വരികയുള്ളൂ. എന്നാലേ നമുക്ക് നല്ല പിസ്സയ്ക്കുള്ള ബേസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പിസ്സയുടെ മറ്റ് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് നമ്മൾ ഈ മാവ് സെറ്റാക്കി കുഴച്ച് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ തയ്യാറാക്കി എടുത്ത് വെച്ചു. ഇനി നമുക്ക് പിസ്സയ്ക്കുള്ള സോസാണ് തയ്യാറാക്കേണ്ടത്. അതിന് ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു അല്ലി വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. ഉണക്കമുളകിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 5 ഉണക്കമുളക് എടുത്തിട്ട് 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്.
അപ്പോൾ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ഒഴിക്കാം. പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. സവോള ആദ്യം വഴട്ടിയിട്ട് പിന്നെ വെളുത്തുള്ളി അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് വഴട്ടുക. പിന്നെ നമുക്കിതിലോട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതായത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പിസ്സ സീസണിങ്ങിന് യൂസ് ചെയ്യുന്ന ഒറിഗാനോ കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒറിഗാനോ തൈമും ഒക്കെ നമുക്കിങ്ങനെ കടയിൽ ഇത് കൂട്ട് പ്ലാസ്റ്റിക് ചെറിയ ടിന്നിൽ വാങ്ങാൻ കിട്ടും. ശരിക്കും ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പനിക്കൂർക്കയുടെ ഉണങ്ങിയ ഇലയാണിത്. ഇത് കൂടുതലായിട്ടും ഇറ്റാലിയൻ ഫുഡിലൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് സീസണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒറിഗാനോ എന്ന് പറയുന്നത്. അതുപോലെ തൈമും ഉണ്ട്. ഞാൻ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കാണിച്ചായിരുന്നല്ലോ തൈം. അതും നമുക്കിതുപോലെ ചെറിയൊരു ബോട്ടിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാശിത്തുമ്പയുടെ ഇലയാണ്. അത് ഉണങ്ങിയെടുത്തതാണ് കേട്ടോ. ഞാനിതിനെപ്പറ്റി പറയാൻ കാര്യം ഒരു പക്ഷേൽ ഇതെന്താണെന്ന് അറിയാത്തവർ കാണുമായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് നാട്ടിൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും, ചിലപ്പം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിലോട്ടപ്പം നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഈ ബോട്ടിൽ തന്നെ ഒറിഗാനോയുടെ ആ ടിന്നിൽ തന്നെ ചെറിയ ഹോൾസ് കാണും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് സ്പൂൺ കൊണ്ട് കോരി ഇടുമ്പോഴത്തേക്കിനും അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഒറിഗാനോ ഒക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും തന്നെ അതിന് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ടൊമാറ്റോയിലെ തൊലിയൊക്കെ ഇളകി വരും. എന്നിട്ട് ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് നന്നായിട്ട് വെന്തു. വെള്ളമൊക്കെ പറ്റുന്നിടം വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും തക്കാളിയുടെ തൊലിയൊക്കെ വേറെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് തണുക്കുമ്പോഴത്തേക്കിന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ചിക്കൻ വറക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫുൾ ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് തന്നെ ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അതവിടെ ഫ്രൈ ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പിസ്സ സോസിനുള്ള ഐറ്റംസ് നമുക്ക് അരച്ചെടുക്കാം. ഇതുകൂട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പാൻ എടുത്ത് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. നല്ലതായിട്ടുണ്ട് ഇളക്കി ചൂടാക്കിയെടുക്കുക. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കണം. ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ടൊമാറ്റോ സോസും നമ്മൾ ഈ ഉണ്ടാക്കിയ സോസും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് എരിവ് വേണം. അതിന് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ, നല്ല ഒരു എന്താ പറയുക, ഒരു ഓറഞ്ച് റെഡ് കളറായില്ലേ. ഇത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി മാവ് നോക്കാം. മാവ് പുളിച്ചോ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതേ നോക്കിയാൽ നമ്മൾ നേരത്തെ വെച്ച മാവേ അല്ല, ഇപ്പോൾ ഇത് നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല കുറച്ചുകൂടി ലൂസായിട്ടുണ്ട് ഈ മാവ്. ഇപ്പോൾ കണ്ടത് എടുക്കുമ്പോൾ തന്നെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി അങ്ങ് എന്താ പറയുക ലൂസായി. അപ്പം അത് കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. അപ്പം നമുക്കിനി ഇത് പിസ്സയ്ക്കുള്ള ബേസ് ആക്കി എടുക്കണം. അപ്പം ഞാനിവിടെ
നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ചപ്പാത്തിപ്പലകയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നല്ലപോലെ അങ്ങോട്ട് മൈദപ്പൊടി ശരിക്കും അങ്ങോട്ട് വിതറി, എന്നിട്ട് അതിലേക്ക് ഈ മാവ് എടുത്ത് വെച്ചിട്ട് ഇതേ കണ്ടോ, നമുക്ക് ഇതുകൂട്ട് തന്നെ അത് പൊടിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അത്രയും തന്നെ ലൂസായിട്ട് വരണം. നമ്മൾ കുഴച്ചെടുത്തപ്പോൾ കണ്ടില്ല, അത്രയും തന്നെ ലൂസായിട്ട് വേണം. ഇപ്പോൾ ഈ മാവ് 2 പിസയ്ക്കുള്ള മാവായിട്ടുണ്ട് ഇത്. അപ്പം നമുക്കിത് കൂട്ട് കട്ട് ചെയ്ത് ഒരെണ്ണം മാറ്റി വെക്കാം. പിന്നെയുള്ള ഈ ഒരെണ്ണത്തിലാണ് നമ്മൾ പിസ്സ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കൂട്ട് തന്നെ കണ്ടോ, നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഒട്ടി വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് 2 സൈഡിലും പൊടി വിതറിയിട്ട് ഇത് കൂട്ട് പരത്തിയെടുക്കാം. കറക്റ്റ് റൗണ്ട് വരണമെന്നൊന്നുമില്ല, നമ്മൾ പാത്രത്തിൽ വെക്കുമ്പോൾ തന്നെ റെഡി ആയിക്കോളും. പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലേറ്റാണ്. ഇതൊരു സ്റ്റീൽ പ്ലേറ്റാണ്. നമ്മളിവിടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലേറ്റാണ്. പ്രത്യേകിച്ച് പിസ്സ ട്രേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിൽ എനിക്ക് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പരത്തി വെച്ചിരിക്കുന്ന പിസ്സ ബേസ് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പം ഈ പരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് കൂട്ട് സൈഡിലോട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ സൈഡിലോട്ട് നമ്മൾ ഈ അപ്പത്തിന് ഇങ്ങനെ പരത്തി എടുക്കില്ല, അത് കൂട്ട് സൈഡിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമ്മൾ വിരൽ കൊണ്ട് തന്നെ എല്ലാ സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പ്ലേറ്റിന് ചുറ്റിനും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ അതിലേക്ക് ഒരു സൈഡിലോട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇപ്പോൾ കണ്ട ഇങ്ങനെ വരും. എന്നിട്ട് ഫോർക്കിട്ട് നല്ലപോലെ ഇത് കൂട്ട് കുത്തി കൊടുക്കും. ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പൊന്തിപ്പോവും. അങ്ങനെ പൊന്തി വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് സോസ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, ആ സോസ് ഈ പിസ്സ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാ സൈഡിലും തേച്ച് എടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പിസ്സയുടെ തിന്നായിട്ടുള്ള ക്രസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ പിസ്സയൊക്കെ ഷോപ്പിൽ വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും തിൻ ക്രസ്റ്റ് വേണോ തിക്ക് വേണോ എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് തിന്നായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും കട്ടി കുറവായിട്ട് കാണുന്നത്. ഇൻ കേസ് വേണമെങ്കിൽ ആ മാവ് നമ്മൾ നേരത്തെ കുഴച്ചെടുത്തില്ലേ, അത് കട്ട് ചെയ്യാതെ തന്നെ വേണമെങ്കിൽ ഒറ്റ പീസായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ അത് ഭയങ്കരമായിട്ടും തിക്കായി പോകും. എനിക്ക് അത്രയും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്രയും തിക്കായിട്ട് എടുക്കാഞ്ഞത്. അപ്പോൾ സോസൊക്കെ നമ്മൾ എല്ലാം നല്ലതായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്റഡ് മൊസറല്ല ചീസ് വാങ്ങാൻ കിട്ടും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത മൊസറല്ല ചീസായിട്ടാണെങ്കിലും ചേർത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് ചേർക്കണം. പിസ്സയ്ക്കൊക്കെ കുറച്ച് ചീസ് കൂടുതൽ ചേർത്താലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് ചീസ് ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചീസ് എല്ലായിടത്തും എത്തുന്ന പോലെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ച ചിക്കൻ പീസസ് ഉണ്ടല്ലോ, ആ ചിക്കൻ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒന്നും ചേർക്കണമെന്നില്ല, എന്നാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ചിക്കൻ പീസസ് ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ബാക്കി ടോപ്പിങ്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ സവോളയാണ്. സവോള ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കളറിലെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഗ്രീന്, റെഡ്, യെല്ലോ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണെങ്കിലും മോസ്റ്റ്ലി എല്ലാവരുടെ അടുത്ത് പെട്ടെന്ന് കിട്ടുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ ആണെങ്കിലും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ പിസ്സ കാണാനൊരു കുറച്ചുകൂടെ ഭംഗി കാണുമല്ലോ, ഇനി ഞാൻ എല്ലാ കളേഴ്സും വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള 3 കളറും വെക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഒലീവ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് ഒലീവ്സും ഉണ്ടായിരുന്നു, ഗ്രീൻ ഒലീവ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുരു കളഞ്ഞ് കിട്ടിയ ഒലീവ്സാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് 1-2 ഒലീവ്സ് മതിയായിരിക്കും, നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ടോപ്പിങ്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ചീസ് വെച്ച് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് പോയതാണ്,
ഒറിഗാനോ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം. അതാണ് മെയിനായിട്ടും പിസ്സയുടെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചീസ് സ്ലൈസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 20 to 40 മിനിറ്റ്സ് 170 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ടൈം കുറയ്ക്കാം. സെയിം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് 10 മിനിറ്റ് പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൂട്ട് ഓവനകത്തേക്ക് വെക്കുക. എന്നിട്ട് അടച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. പിസ്സ റെഡിയായി. അപ്പോൾ ഇത് കണ്ടോ, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിന് ചുറ്റുമുള്ള ക്രസ്റ്റിന് ചുറ്റുമുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളർ കണ്ടോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നല്ലതായിട്ട് കുക്കായിട്ടുണ്ടെന്ന്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ പിസ്സ നമ്മൾ കട്ട് ചെയ്തു. കാരണം ചൂടോടെ കട്ട് ചെയ്തെടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പോയാൽ കിട്ടില്ല, ഫ്ലോപ്പായി പോവും. കട്ട് ചെയ്യുന്ന വീഡിയോ സ്കിപ്പായി പോയി. അപ്പം ഞാൻ നേരത്തെ മാവ് എടുത്തപ്പം വേറെ ഒരു പിസ്സയും കൂടെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ചീസും ക്യാപ്സിക്കവും ടോപ്പിങ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു പിസ്സയും കൂടി ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതുപോലെ പിസ്സ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതിൽ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.